ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയും ആയി റിലേറ്റ് ചെയ്തു വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള PSC GK ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ബേസിക്കായി വരുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയും ആയി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെൽക്കം ടു ഡ്രീംസ് എസ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുത്. അപ്പോൾ കൊല്ലം ജില്ല 1949 ജൂലൈ 1 രൂപീകരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ല 1949 ജൂലൈ 1 രൂപീകരിച്ചിട്ടുള്ളത്. തേൻ വഞ്ചി, ദേശിംഗനാട് എന്നൊക്കെ കേരള ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് കൊല്ലമാണ്. തേൻ വഞ്ചി, ദേശിംഗനാട് എന്ന പേരിൽ കേരള ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് കൊല്ലം ആണ്. മലബാർ പ്രദേശത്ത് പന്തലായനി എന്ന പേരിലും കൊല്ലം അറിയപ്പെട്ടിരുന്നു. മലബാർ പ്രദേശത്ത് പന്തലായനി എന്ന പേരിലും കൊല്ലം അറിയപ്പെട്ടിരുന്നു. കുരക്കേണി എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്നതും കൊല്ലം തന്നെയാണ്. കൊല്ലത്തിന്റെ മറ്റു വിശേഷണങ്ങൾ നോക്കാം. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം ആണ്. അതുപോലെ തന്നെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും കൊല്ലമാണ്. അപ്പൊ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലം ആണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിൽ അല്ല, കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം നഗരം നിർമ്മിച്ചത്, കൊല്ലം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് സാപ്പിർ ഈസോ ആണ്. അപ്പൊ കൊല്ലം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് സാപ്പിർ ഈസോ ആണ്. പ്രാചീന കാലത്ത് കൊല്ലം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. പ്രാചീന കാലത്ത് കൊല്ലം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത കൊല്ലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ ഏറ്റവും നല്ല നഗരങ്ങളിൽ ഒന്ന് ആണ് കൊല്ലം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും നല്ല നഗരങ്ങളിൽ ഒന്നാണ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് കൊല്ലം തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം കൊച്ചി തുറമുഖമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് കൊല്ലം തുറമുഖം ആണ് ഇപ്പോഴും. അപ്പോൾ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടു. വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനം, വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനം കൊല്ലം ആയിരുന്നു. പ്രാചീന കാലത്തെ കൃതികളിൽ കൊല്ലത്തെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കൃതികളിലാണ് കൊല്ലത്തെ പരാമർശിക്കുന്നത് എന്ന് നോക്കാം. ശുക സന്ദേശം, ഉണ്ണുനീലി സന്ദേശം ഈ കൃതികളിൽ കൊല്ലത്തെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ശുക സന്ദേശം, ഉണ്ണുനീലി സന്ദേശം എന്ന പ്രാചീന കൃതികളിൽ കൊല്ലത്തെ പരാമർശിക്കുന്നുണ്ട്. ചെമ്മീൻ, എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കേരളത്തിൽ ചെമ്മീനും എള്ളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അറബിക്കടലിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊല്ലമാണ്. പ്രിൻസ് ഓഫ് അറേബ്യൻ സീ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊല്ലമാണ്. അറബിക്കടലിന്റെ റാണി കൊച്ചിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അറബിക്കടലിന്റെ രാജകുമാരൻ കൊല്ലം ആണ് എന്ന കാര്യവും അറിയാം. SNDPയുടെ തലസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം വരുന്നത് കൊല്ലം ആണ്. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറം തമ്മിൽ കണക്ട് ചെയ്യുന്ന ദേശീയ ജലഗതാഗത പാതയാണ് നാഷണൽ വാട്ടർവേ 3. അപ്പോൾ കൊല്ലത്തെയും കോട്ടപ്പുറത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ദേശീയ ജലഗതാഗത പാതയാണ് നാഷണൽ വാട്ടർവേ 3. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന. ഈ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ആയിട്ടുള്ള പന്മന കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അപ്പൊ പന്മന കൊല്ലം ജില്ലയിലാണ് വരുന്നത്.
ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കൽ. കൊല്ലം ജില്ലയിലാണ് ഈ അഴീക്കൽ വരുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലമാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നത് കൊല്ലത്താണ്. കുന്നത്തൂർ ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള കേരളത്തിലെ താലൂക്കാണ് കുന്നത്തൂർ. ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള കേരളത്തിലെ താലൂക്കാണ് കുന്നത്തൂർ. അതുപോലെ തന്നെ വളരെ കുറച്ച് വില്ലേജുകൾ ഉള്ള കേരളത്തിലെ താലൂക്ക് കൂടിയാണ് കുന്നത്തൂർ. ഏറ്റവും കുറച്ച് കടൽ തീരം ഉള്ള കേരളത്തിലെ ജില്ലയാണ് കൊല്ലം. അപ്പൊ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം കടൽ തീരത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന ധാതുക്കളാണ് ഇലുമിനേറ്റും മോണോസൈറ്റും. അപ്പോൾ ഇലുമിനേറ്റും മോണോസൈറ്റ് എന്നീ ധാതുക്കൾ കൊല്ലം കടൽ തീരത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന ധാതുക്കളാണ്. പാലരുവി വെള്ളച്ചാട്ടം, മണല വെള്ളച്ചാട്ടം, കുമ്പുമുരുട്ടി വെള്ളച്ചാട്ടം. പാലരുവി വെള്ളച്ചാട്ടം, മണല വെള്ളച്ചാട്ടം, കുമ്പുമുരുട്ടി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടങ്ങൾ കൊല്ലം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പൊ കൊല്ലം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ഇപ്പൊ പറഞ്ഞ 3 വെള്ളച്ചാട്ടങ്ങൾ: പാലരുവി വെള്ളച്ചാട്ടം, മണല വെള്ളച്ചാട്ടം, കുമ്പുമുരുട്ടി വെള്ളച്ചാട്ടം. നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം കൊല്ലം ജില്ലയിലാണ് വരുന്നത്. കൊല്ലം ജില്ലയിലെ പ്രധാന 2 മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം, ശക്തികുളങ്ങര മത്സ്യബന്ധന കേന്ദ്രം. 1953 ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം. 1953 ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര മത്സ്യബന്ധന കേന്ദ്രം. കൊല്ലം ജില്ലയിലാണ് വരുന്നത്. സേതു ലക്ഷ്മിബായി പാലം എന്നറിയപ്പെടുന്നത് നീണ്ടകര പാലം ആണ്. ചെന്തുരുണി ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആണ് ചെന്തുരുണി. തെന്മല എക്കോ ടൂറിസം ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എക്കോ ടൂറിസം. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല എക്കോ ടൂറിസം. അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല എക്കോ ടൂറിസം. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എക്കോ ടൂറിസം. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് വരുന്നത്. തെന്മല എക്കോ ടൂറിസത്തിന്റെ കവാടം ഒറ്റയ്ക്കൽ ഔട്ട്ലുക്ക് ആണ് വരുന്നത്. അപ്പൊ ഒറ്റയ്ക്കൽ ഔട്ട്ലുക്ക് ആണ് തെന്മല എക്കോ ടൂറിസത്തിന്റെ കവാടം. ആശ്രമം പിക്നിക് വില്ലേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് വരുന്നത്. ആശ്രമം പിക്നിക് വില്ലേജ് കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ചീനക്കൊട്ടാരം, ചൈന പാലസ് വരുന്നതും കൊല്ലം ജില്ലയിലാണ്. ചൈന പാലസ് കൊല്ലം ജില്ലയിൽ ആണ് വരുന്നത്. ഒരു കാലത്ത് കൊല്ലം തുറമുഖവും ചൈനയും തമ്മിൽ വളരെ സജീവമായ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പോ ചൈന പാലസ് കൊല്ലം ജില്ലയിലാണ് വരുന്നത്. തിരുമുല്ലാവാരം ബീച്ച് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ബീച്ചാണ് തിരുമുല്ലാവാരം ബീച്ച്. അപ്പൊ തിരുമുല്ലാവാരം ബീച്ച് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ബീച്ചാണ്. ബയോമിത്രം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ബയോമിത്രം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ്. ലക്ഷം വീട് പദ്ധതിയും നടപ്പിലാക്കിയത് കേരള ഗവൺമെന്റ് ലക്ഷം വീട് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ്. ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം ജില്ലയിലെ ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ റയർ മെറ്റൽസിന്റെ ആസ്ഥാനം വരുന്നത് ചവറയാണ്. ഇന്ത്യൻ റയർ മെറ്റൽസിന്റെ ആസ്ഥാനം ചവറയാണ് വരുന്നത്. ഇന്ത്യൻ റയർ മെറ്റൽസുമായി സഹകരിച്ചിട്ടുള്ള വിദേശ രാജ്യം ആണ് ഫ്രാൻസ്. അപ്പൊ ഇന്ത്യൻ റയർ മെറ്റൽസിന്റെ ആസ്ഥാനം ചവറയാണ്. ഇന്ത്യൻ റയർ മെറ്റൽസുമായി സഹകരിച്ചിട്ടുള്ള വിദേശ രാജ്യം ആണ് ചവറ. അതുപോലെ തന്നെ കേരള മിനറൽസ് മെറ്റൽസിന്റെ ആസ്ഥാനം വരുന്നതും ചവറയാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ ആസ്ഥാനം വരുന്നതും ചവറയാണ്. ടൈറ്റാനിയം
സ്പോഞ്ച് കമ്പനി ആദ്യമായി ഇന്ത്യയിൽ ആരംഭിച്ചത് ചവറയിലാണ്. ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് ചവറയിൽ ആണ്. ഈ ചവറ കൊല്ലം ജില്ലയിൽ ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം ജില്ലയിലാണ്. EKM എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് EKM എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം ജില്ലയിൽ ആണ് വരുന്നത്. ആര്യങ്കാവ് ചുരം കൊല്ലത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ആണ് ആര്യങ്കാവ് ചുരം. അപ്പൊ ആര്യങ്കാവ് ചുരം കൊല്ലത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ട്രാക്ക്. കേരളത്തിൽ ആദ്യമായി തീരദേശ പോലീസ് സ്റ്റേഷൻ വന്നത് നീണ്ടകരയാണ്. ഈ നീണ്ടകര കൊല്ലത്താണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി തീരദേശ പോലീസ് സ്റ്റേഷൻ വന്നത് നീണ്ടകരയാണ്. നീണ്ടകര കൊല്ലത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം ആണ്. കഥകളി നമുക്കറിയാം, കേരളത്തിലെ കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യത്തെ രൂപമായിട്ടുള്ള രാമനാട്ടത്തിന്റെ ഉത്ഭവം കൊട്ടാരക്കരയാണ്. അപ്പൊ കഥകളിയുടെ കേരള കലാരൂപമായിട്ടുള്ള കഥകളിയുടെ ആദ്യ രൂപം ആയ രാമനാട്ടത്തിന്റെ ഉത്ഭവം കൊട്ടാരക്കര ആണ്. കേരളത്തിലെ കഥകളിയുടെ ആദ്യ രൂപം ആയിട്ടുള്ള രാമനാട്ടത്തിന്റെ ഉത്ഭവം കൊട്ടാരക്കരയാണ്. കേരള അബ്കാരി കോർട്ട് ആദ്യമായി ആരംഭിച്ചത് കൊട്ടാരക്കരയാണ്. അപ്പൊ കൊട്ടാരക്കരയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേരള അബ്കാരി കോർട്ട് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കരയാണ്. പാരിപ്പള്ളി ഇന്ത്യയിൽ ആദ്യമായി ESA ആരംഭിച്ച മെഡിക്കൽ കോളേജാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി ESA ആരംഭിച്ച മെഡിക്കൽ കോളേജാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. 1902 ആരംഭിച്ച തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കൊല്ലം ജില്ലയിലാണ്. ഈ തങ്കശ്ശേരി ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. കേരളത്തിൽ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം ഉള്ള സ്ഥലമാണ് തങ്കശ്ശേരി. ഒരു പോർച്ചുഗീസ് കോട്ടയൊക്കെ തങ്കശ്ശേരി ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം തുണിമില്ല് വന്നത് കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും ആദ്യം തുണിമില്ല് വന്നത് കൊല്ലം ജില്ലയിലാണ്. വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവാണ്, കൊല്ലം ജില്ലയിൽ ആണ്. അമൃതാനന്ദപുരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനട കൊല്ലം ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനട കൊല്ലം ജില്ലയിൽ ആണ് വരുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിലെ ചുറ്റമ്പലമില്ലാത്ത ഏക ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, കൊല്ലം ജില്ലയിലാണ് വരുന്നത്. 12 വിളക്ക് ഇവിടത്തെ പ്രധാന ഉത്സവം ആണ്. കല്ലടയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയും കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയും കല്ലടയാറാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതിയും ആദ്യത്തെ ജലസേചന പദ്ധതിയും കല്ലടയാർ ആണ്. ജഡായു പാർക്ക് ചടയമംഗലത്താണ് ജഡായു പാർക്ക് വരുന്നത്. കൊല്ലം ജില്ലയിലാണ് ചടയമംഗലം വരുന്നത്. ജഡായു പാർക്കിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയുള്ളത് ജഡായു പാർക്കിലാണ്. ഈ പക്ഷി പ്രതിമ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രാജീവ് അഞ്ചൽ എന്ന വ്യക്തിയാണ്. ഈ പക്ഷി പ്രതിമ ജഡായു പാർക്കിലുള്ള പക്ഷി പ്രതിമ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുന്നല്ലൂർ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും പഴയ പാലമാണ് പുന്നല്ലൂർ തൂക്കുപാലം. അപ്പൊ പുന്നല്ലൂർ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത് ആൽബർട്ട് ഹെൻറിയാണ്. ആൽബർട്ട് ഹെൻറിയാണ് പുന്നല്ലൂർ തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. പുന്നല്ലൂർ തൂക്കുപാലം കൊല്ലത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം പേപ്പർ മില്ല് നിലവിൽ വന്നിട്ടുള്ളതും പുനലൂരാണ്. അപ്പോൾ കോട്ടൺ മില്ല് കൊല്ലത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പേപ്പർ മില്ല് പുനലൂരാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലവും പുനലൂര് തന്നെയാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറി അല്ലെങ്കിൽ ട്രാവൻകൂർ പ്ലൈവുഡ് വ്യവസായത്തിന്റെ കേന്ദ്രം ഒക്കെ വരുന്നത് പുനലൂരാണ്. 1809
ജനുവരി 11 വേലുത്തമ്പി ദളവ നടത്തിയ കുണ്ടറ വിളംബരത്തോടുകൂടി ഫേമസ് ആയ കുണ്ടറ എന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അപ്പൊ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കളിമൺ വ്യവസായത്തിന്റെ കേന്ദ്രമാണ് കുണ്ടറ. കളിമൺ വ്യവസായത്തിന്റെ കേന്ദ്രമാണ് കുണ്ടറ. ആദ്യത്തെ കളിമൺ ഫാക്ടറി നിലവിൽ വന്നത് കുണ്ടറയാണ്. ആദ്യത്തെ കളിമൺ ഫാക്ടറി നിലവിൽ വന്നത് കുണ്ടറയാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുണ്ടറയാണ് വരുന്നത്. കേരള സെറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുണ്ടറയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി കുണ്ടറയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയും ആയി റിലേറ്റ് ചെയ്ത വളരെ ബേസിക് ആയിട്ടുള്ള PSC GK കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.